പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞനും കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകനുമായിരുന്ന എം.പി. പരമേശ്വരൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. തൃശ്ശൂരിലെ വസതിയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. പരമേശ്വരൻ അവതരിപ്പിച്ച 4-ാം ലോക സിദ്ധാന്തം CPI-എമ്മിലും കേരളത്തിലെ ഇടതുപക്ഷത്തിനിടയിലും വലിയ സൈദ്ധാന്തിക ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരുന്നു. ഷെഫീഖ് താമരശ്ശേരി ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ഷെഫീഖ്, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? മറ്റ് വിശദാംശങ്ങൾ കൂടി. കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകരിൽ ഒരാളായിരുന്ന ഡോക്ടർ എം.പി. പരമേശ്വരൻ അന്തരിച്ചു എന്നുള്ള ഏറെ സങ്കടകരമായ വാർത്തയാണ് അല്പസമയം മുമ്പ് വന്നിരിക്കുന്നത്. 91 വയസ്സായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം വീട്ടിലും ആശുപത്രിയിലുമെല്ലാമായി ചികിത്സയിലായിരുന്നു. തൃശ്ശൂരിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വദേശം. നമുക്കറിയാം, വർത്തമാനകാല കേരളത്തിൻ്റെ ഈ അക്കാദമിക രംഗത്ത്, ജ്ഞാനമണ്ഡലത്തിൽ, അതേപോലെ തന്നെ ദൈക്ഷണിക രംഗത്തെല്ലാം ഏറ്റവും തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന ഒരു പേരായിരുന്നു ഡോക്ടർ എം.പി. പരമേശ്വരൻ എന്നത്. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ആ നിലയ്ക്ക് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ, സാമൂഹിക ചരിത്രത്തിൽ, അക്കാദമിക് ചരിത്രത്തിൽ, പരിസ്ഥിതി രംഗത്ത്, ഗവേഷണ രംഗത്ത്, ഇങ്ങനെ പലവിധങ്ങളായ മേഖലകളിൽ ഏറ്റവും അതുല്യമായ സംഭാവനകൾ നൽകിയ ഒരു വലിയ ബഹുമുഖ പ്രതിഭ എന്ന നിലയിലുള്ള ഒരു അതുല്യ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഒരു ശാസ്ത്ര പ്രചാരകൻ എന്നുള്ള നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. ചെറുപ്പകാലത്തിൽ തന്നെ ധാരാളം എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്തിരുന്ന അദ്ദേഹം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം മോസ്കോയിൽ എത്തുകയാണ് ഉണ്ടായിരുന്നത്. അക്കാലത്തുള്ള റഷ്യയുടെ ഒരു സാമൂഹിക രാഷ്ട്രീയ മുന്നോട്ട് പോക്കിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള സാംസ്കാരിക വിനിമയങ്ങളിൽ ഇടപെട്ടിരുന്ന അദ്ദേഹം പിന്നീട് കേരളത്തിലേക്ക് തിരിച്ചെത്തുകയും കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ അക്കാദമിക് രംഗത്തുള്ള പ്രവർത്തനങ്ങൾ കൂടാതെ തന്നെ ജനകീയ ശാസ്ത്ര പ്രചാരണ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയിരുന്നു. റഷ്യയിലുള്ള ദീർഘകാലം ഒരു ആണവ ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ റഷ്യയിൽ അക്കാലത്തുണ്ടായിരുന്ന റഷ്യൻ്റെ സാഹിത്യം, അതേപോലെ തന്നെ റഷ്യയിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങൾ, അവയെല്ലാം തന്നെ കേരളവുമായി ബന്ധപ്പെടുത്തുന്നതിനകത്ത് വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം നടത്തിയിരുന്നു. പിൽക്കാലത്ത് 1975 കേരളത്തിലെത്തിയതിനു ശേഷം നമുക്കെല്ലാം അറിയുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തിന് ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് നേതൃത്വപരമായി ഒരു റോൾ വഹിച്ച ആളായിരുന്നു അദ്ദേഹം. ഈ ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുന്നതിനകത്ത്, സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത ശാസ്ത്രപ്രയോഗങ്ങൾ ജനങ്ങളും സയൻസും തമ്മിലുള്ള അകൽച്ചയെ കുറയ്ക്കുന്നതിനകത്ത് വലിയ രൂപത്തിൽ ഇടപെടുകയും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ശാസ്ത്രത്തെ പുനഃപരിഷ്കരിക്കുകയും ശാസ്ത്രീയപരമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള മുന്നേറ്റം കേരളത്തിൻ്റെ തെരുവുകളെ വലിയ രീതിയിൽ പിടിച്ചു കുലുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആദ്യകാലത്തെ അതിഗംഭീരമായ പ്രവർത്തനങ്ങളിൽ ഏറ്റവും അക്കാദമികമായും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടും അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായ ഇടപെടലുകൾ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പിന്നീട് അക്കാദമിക രംഗത്തും അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ മാർക്സിസ്റ്റ് തത്വശാസ്ത്രത്തെ കാലത്തിനനുസരിച്ചും പുതിയ കാലത്തിൻ്റെ രീതികൾക്കനുസരിച്ചും പുതുക്കി പണിയുന്നതിനകത്ത് തൻ്റേതായ കോൺട്രിബ്യൂഷൻസ് അതിനകത്ത് നൽകുന്നതിലെല്ലാം അദ്ദേഹം വലിയ രീതിയിലുള്ള സ്ഫോടനാത്മകമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചിരുന്നു. പരിസ്ഥിതി മേഖലയ്ക്കകത്ത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മകരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ബദൽ കാഴ്ചപ്പാടുകൾ കേരളം ഏറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഏതാണ്ട് കേരളത്തിൻ്റെ ഒരു ഇടത് സാംസ്കാരിക രംഗത്ത് ഈ നമുക്കറിയുന്ന ജനകീയാസൂത്രണ കാലം മുതൽ ഇങ്ങോട്ട് ഏറ്റവും സമീപകാലത്തുള്ള അധികാര വികേന്ദ്രീകരണവും കേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട മാർക്സിസ്റ്റ് സംവാദ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന, പലപ്പോഴും വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു പേരായിരുന്നു ഡോക്ടർ എം.പി. പരമേശ്വരൻ എന്നുള്ളത്. ദീർഘകാലം അദ്ദേഹം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന ചിന്തകൻ കൂടിയായിരുന്നു. എന്നാൽ 90കളിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച 4-ാം ലോക ചിന്തയുമായി ബന്ധപ്പെട്ട്, 4-ാം ലോക വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ചില കാഴ്ചപ്പാടുകൾ കേരളത്തിലെ ഇടതുപക്ഷ സൈദ്ധാന്തികർക്കിടയിൽ വലിയ രൂപത്തിലുള്ള ആശയ സംവാദങ്ങൾക്ക് തുടക്കമിടുകയും തുടർന്നുണ്ടായ ആശയ ചർച്ചകളുടെ ഭാഗമായി അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള ബന്ധം വിച്ഛേദിച്ച് പുറത്തു പോകേണ്ടി വന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. എല്ലാ തരത്തിലും നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ സമഗ്ര മേഖലകൾക്കകത്ത്, അത് മാർക്സിസ്റ്റ് ചിന്തയിൽ മാത്രമല്ല, പരിസ്ഥിതി ചിന്തകളിൽ, അക്കാദമിക് ചിന്തകളിൽ, ചരിത്രത്തിൽ, ശാസ്ത്രത്തിൽ എല്ലാം വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകിയ ഡോക്ടർ എം.പി. പരമേശ്വരൻ്റെ വിയോഗം കേരളത്തിൻ്റെ ഒരു അക്കാദമിക് മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള നഷ്ടമാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശരി, ഷെഫീഖ് താമരശ്ശേരിയാണ് വിശദമായി തന്നെ വിവരങ്ങൾ നൽകിയത്. പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞനാണ്, കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകനും കൂടിയായ എം.പി. പരമേശ്വരനാണ് അന്തരിച്ചത്. അദ്ദേഹത്തിന് 92 വയസ്സായിരുന്നു. തൃശ്ശൂരിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്.